ബാലു നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ബാലു, ഗുഡ് ഈവനിങ് ബാലു. നമസ്കാരം. ബാലുവിനെ 1-2 ദിവസമായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, കിട്ടിയില്ല. വീട്ടിലാണെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ, ഞാൻ വീട്ടിലാണ്. ഓക്കെ ബാലു. ബാലു, ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞത് കേട്ടല്ലോ, ദേവസ്വം വകുപ്പ് മന്ത്രി പറഞ്ഞതും അങ്ങ് കേട്ട് കാണും. അതെ അതെ അതെ. അപ്പോൾ എന്തായാലും തിരിച്ച് പുനർനിയമനം നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ബാലുവിൻ്റെ ഒരു അഭിപ്രായം? സാറ്, ഞാൻ ഇനി എന്തായാലും കടകം തസ്തികയിലേക്ക് ഇനി അങ്ങോട്ട് പുനർനിയമനം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അയ്യോ, എന്ന് വെച്ചാൽ ഇനി ഇരിങ്ങാലക്കുടയിലേക്ക് ഇല്ല എന്നാണോ? ഇരിങ്ങാലക്കുടയിലേക്ക് കടകം തസ്തികയിലേക്കില്ല. അതൊരു അപമാനിച്ചു വിട്ട ഒരു പ്രതീതി ഉണ്ടല്ലേ? അല്ല, അപമാനിച്ച് വിട്ടുവെന്നല്ല സാറേ. ഞാൻ കാരണം അവിടെ ഇനിയൊരു പ്രശ്നം ഉണ്ടാവാൻ, ആ ക്ഷേത്രത്തിന് ഇനിയൊരു പ്രശ്നം ഉണ്ടാവാൻ ഞാൻ മാനസികമായിട്ട് ആഗ്രഹിക്കുന്നില്ല. അയ്യോ, പക്ഷെ തിരിച്ച് ആ ജോലി അപ്പം നഷ്ടപ്പെടില്ലേ ബാലു? അല്ല, എൻ്റെ മുന്നിൽ വേറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ. വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് വഴി ഞാൻ വേറെ ജോലി എഴുതിയെടുത്തോളാം. ഇനി കഴകം തസ്തികയിലേക്ക് ആ ക്ഷേത്രത്തിലേക്ക് ഇല്ലെന്നുള്ളതാണോ നിലപാട്? അതെ 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 അതെ. ഞാൻ അല്ല, ഒന്നുകിൽ ആ തസ്തികയിലേക്ക് ഇല്ല, അല്ലെങ്കിൽ വർക്കിംഗ് അറേഞ്ച്മെന്റിന്റെ ഭാഗമായിട്ട് തന്ന ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്ക് ആ തസ്തികയിലാണെങ്കിൽ തുടരാം. അതായത് ഇപ്പോൾ നിലവിലുള്ള ഓഫീസ് തസ്തികയിൽ തുടരാനാണ് ബാലുവിന് താല്പര്യം? അതെ അതെ. കഴകം തസ്തികയിലേക്ക് തിരികെ നിയമനം നൽകിയാൽ ജോയിൻ ചെയ്യില്ല? ഇല്ല. പക്ഷേ നിലവിൽ ഇത് എന്റെ മാത്രം തീരുമാനമല്ല, ഫാമിലിയുടെയും കൂടെ തീരുമാനമാണ്. എനിക്ക് മനസ്സിലായി. അത് എനിക്ക് തോന്നുന്നു അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനെടുത്ത തീരുമാനമാണ്. പക്ഷേ ബാലുവിനോട് തന്ത്രി സമാജമാണ്, അല്ലെങ്കിൽ തന്ത്രികളും ഈ പറയുന്ന വാര്യർ സമാജവും ചെയ്തത് നീതിയാണെന്ന് കരുതുന്നുണ്ടോ? അല്ല, എനിക്ക് നോർമലി ആരുടെടുത്തും ഒരു ദേഷ്യമോ ഒന്നുമില്ല. കാരണം തന്ത്രിമാർ എന്നെ ബഹിഷ്കരിക്കുന്നു ഞാൻ അറിയുന്നത് തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വർക്കിംഗ് അറേഞ്ച്മെന്റ് ഓർഡർ കിട്ടുമ്പോഴാണ്. ഓക്കെ. അപ്പൊ അല്ലാതെ ഞാൻ ഇപ്പോൾ ഒരു 10 ദിവസം അവിടെ 10 ദിവസം ജോലി ചെയ്തു. ആ ജോലി ചെയ്ത സമയത്ത് ഞങ്ങൾ മുഖാമുഖം ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല. എനിക്ക് ആരാണ് അവിടുത്തെ തന്ത്രി എന്തോ ഒന്നും അറിയത്തില്ല. ഇങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയം, ഇങ്ങനെ ഒരു ഓർഡർ എന്റെ കയ്യിൽ കിട്ടുന്ന സമയത്താണ് ഞാൻ അറിയുന്നത് തന്ത്രിമാർ എന്നെ ബഹിഷ്കരിക്കുകയായിരുന്നു ഇത്രയും ദിവസം എന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. ബാലു പക്ഷേ ഇഷ്ടപ്പെട്ട് എടുത്തൊരു തൊഴിലും കൂടി ആയിരുന്നില്ലേ ഇത്? അത് സാർ, ഇഷ്ടപ്പെട്ടെടുത്തതായിരുന്നു. പക്ഷേ അവിടുത്തെ ഒരു സാഹചര്യമായിട്ട് എനിക്ക് അങ്ങോട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല. അതുപോലെ എനിക്കത് മനസ്സിലാവും. അതിന്റെ മാനസിക സമ്മർദ്ദം എനിക്ക് മനസ്സിലാവും. മാത്രമല്ല ബാലുവായിട്ടൊരു വിഷയമാവരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നും എനിക്ക് തോന്നുന്നു അല്ലേ? അതെ അതെ അതെ. ഞാനിപ്പോ ട്രാവൻകൂറിലെ 2 അമ്പലത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എന്തായിട്ടാ വർക്ക് ചെയ്തത് ബാലു? തിരുവിതാംകൂറിൽ? അവിടെ കടകം തസ്തികയിൽ തന്നെയാണ്. അവിടെ ഈ പറയുന്ന ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല, അവിടുത്തെ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് അവിടെ മറ്റിടത്ത്. ഈ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ അല്ലേ? ഈ നേരത്തെ ജോലി ചെയ്തത് ഏതൊക്കെ ക്ഷേത്രങ്ങളിലാ? അവിടെ മനോഹരമായി സമാധാനത്തോടെ ജോലി ചെയ്ത ക്ഷേത്രങ്ങൾ? ഒന്ന് ആര്യനാട് ശ്രീ മഹാഗണപതി ക്ഷേത്രം, എന്റെ വീടിന്റെ തൊട്ടടുത്താ, ഒരു റോഡപ്പുറം. ഒന്ന് മുണ്ടേല വലിയ തൃക്കോവിൽ ശ്രീ മഹാദേവ ക്ഷേത്രം. അത് ശരി. ഇനിയിപ്പം ഞാൻ ചോദിക്കട്ടെ, ഇനിയിപ്പം തിരിച്ച് കേരളം മുഴുവൻ ഇപ്പോൾ ഒറ്റക്കെട്ടായ ബാലുവിനോടൊപ്പം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ ചുരുക്കം ചില ആളുകൾ ഒഴിച്ചു നിർത്തിയാൽ. ഇന്നിപ്പോൾ മന്ത്രി പറഞ്ഞു, ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞു, വിവിധ രാഷ്ട്രീയ നേതാക്കളുമായിട്ടൊക്കെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ അവരൊക്കെ ബാലുവിൻ്റെ പിന്നിലുണ്ട്. തിരിച്ച് കഴകസ്ഥാനത്തേക്ക് വരുന്നതിന് സമൂഹം പിന്തുണയ്ക്കുന്നു. പക്ഷേ ബാലുവിന് അതിനകത്തൊരു വ്യക്തിപരമായ സമ്മർദ്ദമുണ്ട് അല്ലേ അങ്ങോട്ട് പോകുന്നതിൽ? അതെ അതെ, പിന്തുണച്ചവർക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു. ഇനി ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ ഇരിങ്ങാലക്കുടയിൽ കൂടൽമാണിക്യം ക്ഷേത്രത്തിലല്ല മറ്റേതെങ്കിലും ക്ഷേത്രങ്ങളിലാണെങ്കിൽ ഇതേ തസ്തികയിൽ ജോയിൻ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? അല്ല, ഞാൻ എന്തായാലും ഇനി അങ്ങോട്ട് ഈ ഒരു തസ്തികയിൽ എന്തായാലും ഇല്ല. ഞാൻ തൽക്കാലത്തേക്ക് ഇല്ല ഇവിടെ പറയുന്നു. അതെ, അത് ഈ ക്ഷേത്രത്തിലേക്ക്. മറ്റു ക്ഷേത്രങ്ങളിൽ ഈ ബുദ്ധിമുട്ടില്ലാതിരുന്ന ക്ഷേത്രങ്ങളുണ്ടല്ലോ, അവിടേക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ ജോയിൻ ചെയ്യുമോ? ഇല്ല, തൽക്കാലത്തേക്ക് ഇല്ല. എന്തായാലും ഈ ഓഫീസ് തസ്തികയാണെങ്കിൽ, ഇപ്പോഴുള്ള ഈ പുതുതായിട്ട് തന്നിരിക്കുന്ന തസ്തികയിലാണെങ്കിൽ തുടരാം അല്ലേ? തുടരാം. അതെ അതെ. അതിന് ബുദ്ധിമുട്ടില്ല? ഇല്ല. അതായത് ഞാൻ ബാലുവായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്, ഭക്തജനങ്ങൾക്ക് തടസ്സമുണ്ടാവരുത്, ഒരു സംഘർഷം ഉണ്ടാവരുതെന്നാണ് ബാലു ആഗ്രഹിക്കുന്നത്. അതെ 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 അതെ. കാരണം ഇനി മെയ്യിൽ അവിടെ ഉത്സവം വരികയാണ്. അതെ. അപ്പോൾ ഉത്സവം വരുമ്പോഴത്തേക്കും തന്ത്രിമാർ പങ്കെടുക്കേണ്ട ചടങ്ങുകൾ അവിടെ ധാരാളം ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോ ആ ടൈമിന് ഇതേ നിലപാട് തുടർന്നു കഴിഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ചൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാകും. കറക്റ്റ്. അതായത് ആ സമയത്തും ഒരുപക്ഷെ മാറി നിൽക്കേണ്ടി വന്നാൽ അല്ലേ? അതെ അതെ. അതിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ്. എനിക്കത് മനസ്സിലായി. വീട്ടുകാരുടെ അഭിപ്രായം ഇത് തന്നെയാണോ?
അതെ 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 വീട്ടുകാർ ഒറ്റക്കെട്ടായിട്ട് എടുത്ത തീരുമാനമാണ്. ആണ്. വീട്ടുകാരും ഞാനും ഒറ്റക്കെട്ടായിട്ട് എടുത്ത തീരുമാനം. ഒറ്റക്കെട്ടായിട്ട് എടുത്ത തീരുമാനമാണ്. ഇത് ദേവസ്വം അധികാരികളെ അറിയിച്ചിരുന്നോ? ദേവസ്വം ബോർഡ് ചെയർമാനെ ആരെങ്കിലും? അല്ല, ഞാൻ വൈകാതെ നാളെയോ മറ്റന്നാളോ അറിയിക്കും. ഇപ്പൊ ഒരാഴ്ചത്തേക്കല്ലേ ലീവ് എടുത്തിരിക്കുന്നത് ബാലു? അതെ 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 അതെ. അപ്പം ഇനിയിപ്പോൾ ആ ലീവ് തുടരണമെന്നുണ്ടെങ്കിൽ അഥവാ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ തസ്തികയിലാണെങ്കിൽ ഞാൻ ജോയിൻ ചെയ്യാമെന്നത് അറിയിക്കും അല്ലേ? അതെ അതെ, അതായത് ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലാണെങ്കിൽ, പകരം വർക്കിംഗ് അറേഞ്ച്മെന്റ് തന്ന തസ്തികയിലാണെങ്കിൽ ജോയിൻ ചെയ്യാമെന്ന് അറിയിക്കും. ശരിക്കും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് ഏത് ജോലിയാ ബാലു? അല്ല, അവിടെ ആണെങ്കിൽ ഞാൻ ഓഫീസ് അറ്റൻഡ് സ്വീകരിക്കുകയുള്ളൂ. വേറെ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ആണെങ്കിലോ? അല്ല, വേറെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാനസികമായിട്ട് എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. അവിടെ എന്താ വേറെ സ്ഥലം എനിക്ക് ഏതാണെന്ന് വല്ലാതെ എനിക്ക് അറിയത്തില്ല. വേദനിച്ചു എന്ന് തോന്നുന്നു ബാലു അല്ലേ? അതെ, അങ്ങനെ പറയാം. അത് ബാലുവിൻ്റെ മാത്രം വേദനയല്ല ബാലു, അത് കേരളം മുഴുവൻ വേദനിക്കുന്നൊരു വേദനയാണ്. നമ്മളത് വലിയ സംഘർഷാവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ബാലു എടുത്ത തീരുമാനം വളരെ പോസിറ്റീവ് എന്ന് ഞാൻ പറയില്ല. പക്ഷേ ബാലുവിനെ സംബന്ധിച്ചൊരു സ്വസ്ഥത വേണം അല്ലേ? അതെ അതെ അതെ, നമുക്ക് എന്നെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന തൊഴിലിനൊരു സമാധാനം വേണം. തൊഴിലിനും സമാധാനം വേണം. പിന്നെ ബാലുവായിട്ടൊരു സംഘർഷമോ ഒരു വിവാദമോ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുമില്ല അല്ലേ? ഇല്ല. അതെ 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 അതെ. ബാലുവിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് ബാലു? എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അമ്മാമ്മ, അമ്മയുടെ അമ്മ. നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചെടുത്തൊരു തീരുമാനമാണ് ഇത് അല്ലേ? അതെ 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 അതെ. ഓക്കെ ബാലു, എന്താ എനിക്ക് മറുപടി പറയാൻ അറിയില്ല. ശരിക്കും നമ്മളുടെ ഭാഗത്തു നിന്ന് പറയുക ബാലു തിരിച്ച് അതേ സ്ഥലത്ത് ജോയിൻ ചെയ്യണമെന്നാണ്. പക്ഷേ ബാലുവിൻ്റെ മനസ്സാണ്, ബാലുവിൻ്റെ സ്വസ്ഥതയാണ് പ്രധാനപ്പെട്ട വിഷയം. ബാലു അങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. പക്ഷേ അപ്പോഴും നമ്മൾ തോറ്റുപോകുന്നുണ്ടോ എന്നൊരു ഭയം ഉണ്ടാകുന്നുണ്ട് ബാലു നമുക്ക്. ഇല്ല, തൽക്കാലം കാരണം ഞാനും വീണ്ടും പറയുന്നു, ഞാൻ കാരണം അവിടെ ഒരു പ്രശ്നമോ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് പറയുന്നത്. മനസ്സിലായി ബാലു. അത് കേരളം കേൾക്കട്ടെ എന്നേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു ബാലു. ഞങ്ങൾ ദേവസ്വം അധികാരികളെ വിളിക്കാൻ നോക്കി, എന്തായാലും ദേവസ്വത്തെ അറിയിക്കൂ. ബാക്കി എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിന് അനുകൂലമായ തീരുമാനമുണ്ടാകും. താങ്ക് യു ബാലു. ഗുഡ് നൈറ്റ് ബാലു. താങ്ക് യു. ഗുഡ് നൈറ്റ് ബാലു. ഗുഡ് നൈറ്റ്.